മനുജ പശ്ചിമേഷ്യ മുഴുവനും അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിച്ചു എന്ന വാർത്തകളാണ് ഒടുവിലായി പുറത്തു വരുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഖമേനി എവിടെ പോയി എന്നുള്ളത്. ഖമേനിയുടെ വിവരങ്ങളൊന്നും കേൾക്കുന്നില്ല. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ സംശയം എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മനുജ ഇതിനെപ്പറ്റി വീക്ഷിച്ചിട്ടുള്ള വീക്ഷണങ്ങൾ? നോക്കൂ, ആഷിഖ്, ഒന്നാമത്തെ കാര്യം ഖമേനി എവിടെയാണെന്നുള്ളത് കഴിഞ്ഞ ഒരു 24-25 മണിക്കൂറായിട്ടും എവിടെയാണെന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നില്ല. ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമായപ്പോൾ തന്നെ ബങ്കറിലേക്ക് ഖമേനി മാറിയിരുന്നുവെന്നും അവിടെ അദ്ദേഹം സുരക്ഷിതനാണെന്നുമുള്ള വാർത്തകൾ വന്നിരുന്നെങ്കിലും സാധാരണഗതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ അറ്റാക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് ഖമേനി അഡ്രസ്സ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പുറം ലോകത്തെത്താറുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരമാണ്, അതായത് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയത്താണ്, ഇസ്രായേൽ സംയുക്തമായി, അതായത് ഇസ്രായേലും യു എസും കൂടെ സംയുക്തമായി ഇറാനിൽ വലിയൊരു ആക്രമണം നടത്തുന്നത്. ആണവ റിയാക്ടറുകളടക്കം നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 3 ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ തകർത്ത് കളഞ്ഞു അമേരിക്ക. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും ഈ ഖമേനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പോലും പുറത്തേക്ക് വരുന്നില്ലാത്തടത്ത് ഖമേനി ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നൊരു ചോദ്യം വലിയ ആശങ്കയോടെ ലോകം നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും പറയുന്നത്, നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേൽ ആയിക്കൊള്ളട്ടെ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, ഇന്ന് രാവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താ പറയുക, മീഡിയ അഡ്രസ്സ് ചെയ്ത് ലോകത്തെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചപ്പോഴും അമേരിക്ക ഇറാനെ വോൺ ചെയ്യാനുണ്ടായത്. അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖമേനി ഞങ്ങളുടെ കൈക്ക് അകലെ തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും കൊള്ളാം, ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് താങ്കൾ എപ്പോഴും ജീവിക്കുന്നതെന്നാണ്. പക്ഷേ വാർ എസ്കലേറ്റ് ചെയ്യുകയും പൂർണ്ണമായ അർത്ഥത്തിൽ ഇറാൻ കീഴടങ്ങാൻ ഒരു തരത്തിലും സന്നദ്ധമാവുകയും ചെയ്യാത്ത ഘട്ടത്തിൽ ഖമേനിയെ തീർക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഖമേനി മരണപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് കൊന്നുകളയാനും പറ്റില്ല. അതിനകത്തൊരു പ്രധാന പ്രശ്നം, ഒന്ന്, ഒരു പ്രധാനപ്പെട്ട വലിയൊരു ഷിയ രാഷ്ട്രമാണ് ഈ പറഞ്ഞതുപോലെ ഇറാൻ എന്ന് പറയുന്നത്. 1979 ഈ പാഷാ ഭരണത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇസ്ലാമിക് റവല്യൂഷനിലൂടെ ഖമേനിയൊക്കെ അധികാരത്തിലേറുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഷിയ ഭരണകൂടം, അവിടുന്ന് ഒരു പരമോന്നത ലീഡർ, അയാൾ തീരുമാനിക്കുന്ന തരത്തിൽ മാത്രം പോകുന്ന രാജ്യകാര്യങ്ങൾ എന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പം ആണവ കാര്യങ്ങളിലേക്ക് തന്നെ നോക്കൂ. ആണവ ശക്തിയാവുക എന്നുള്ളത് അനിസ്ലാമികമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഖൊമേനിമാരെല്ലാവരും തന്നെ. ആ ഭരണകൂടമാണ് പിന്നീട് ഇപ്പോൾ ആണവ സമ്പുഷ്ടീകരണം നടപ്പിലാക്കണം എന്ന പിടിവാശിയോടുകൂടി നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്ത് വേണം, എന്ത് വേണ്ട, എങ്ങനെയായിരിക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇവരാണ്. അപ്പം ഖൊമേനിയെ കൊന്നുകളയുക എന്നുള്ളത് ചിലപ്പോൾ ഒരു വലിയ ഈസി ടാർഗറ്റ് ആയിരിക്കാം. കാര്യം ഉന്നത മിലിറ്ററി കമാൻഡേഴ്സിനെ, IRGCൻ്റെ ആൾക്കാരെയൊക്കെ നിമിഷ നേരം കൊണ്ട് പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്കിലൂടെ കൊല്ലാൻ സാധിച്ച ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒന്നും ഇതൊരു പുതിയ സംഗതിയല്ല. അതൊരു അവർക്ക് പൂ പറിക്കുന്ന പോലെ ലാഘവമാണ്. പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന കോൺസിക്വൻസസ് നമുക്കറിയാവുന്ന കാര്യമാണ്. മഹ്സ അമിനിയുടെ മരണവും കൊലപാതകവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഈ തലമുടി മറയ്ക്കാത്ത ഹിജാബ് സമരങ്ങളൊക്കെ ധാരാളമായി ഇറാനിൽ നടന്നു. ആ സമയം മുതലേ ഇറാനിലെ ആളുകൾക്ക് ഈ മുസ്ലിം റെജീമിനെ മടുത്തു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഖമേനി ഭരണം ഇല്ലാതാവുന്നുള്ളവർ ആവശ്യം കൂടിയാണ്. പക്ഷേ ഇവിടെ പേടിപ്പെടുത്തിക്കുന്ന ഒരു കാര്യം, അയാൾ ഒരു പരമോന്നത നേതാവാണ്. ആ പരമോന്നത നേതാവിനെ തീർത്ത് കളയുക എന്ന് പറയുമ്പോൾ പിന്നെ അതിനകത്തൊരു ചോദ്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. എങ്ങനെയാണോ ഇറാഖിൽ സദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ പോലും വേണം, ചിലപ്പോൾ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു പേഴ്സൺ, ഒരു വ്യക്തിയാണ് ഖമേനി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനുണ്ടാവുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് ഖമേനിയെ തീർത്ത് കളയാമെന്നൊന്നും ഈ ഘട്ടത്തിൽ വിചാരിക്കില്ല. പക്ഷേ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇനിയും തിരിച്ചടിക്കുകയാണെങ്കിൽ, നമുക്കറിയാം ഇസ്രായേൽ ഒരു ന്യൂക്ലിയർ ശക്തിയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചും വളരെ സ്ഫോടനാത്മകമായ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഖമേനിയെ തീർക്കാൻ, അല്ലെങ്കിൽ ഖമേനിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് വരിക. അത് അവസാനത്തെ ചില കാര്യങ്ങളുടെ വജ്രായുധങ്ങൾ അവസാനമാണ് എടുക്കുക. അവസാനത്തെ വജ്രായുധമാണത്. അതൊന്നും ഉടനെ എടുത്ത് പ്രയോഗിക്കുന്നത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം സുന്നി രാഷ്ട്രങ്ങളാണ്. ഷിയ ഒരു അച്ചുതണ്ടായിരുന്നു ഈ ഖമേനി, ഇറാന്, സിറിയ, ഈ പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊക്കെ എന്താ പറയുക, ഷിയ ഭരണകൂടങ്ങൾക്ക് വലിയ ഇളക്കം തട്ടുന്നൊരു സമയമാണ്. കാര്യം അവരാണ് പരിഷ്കരിച്ച് മുന്നോട്ട് പോകാതിരുന്നത്. സുന്നി രാഷ്ട്രങ്ങൾ കുറച്ചുകൂടി പരിഷ്കരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇത് വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ടൈം, അതായത് ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി വ്യത്യസ്തമായ ഒരവസ്ഥ ഉണ്ടാകുന്ന വലിയൊരു മാറ്റത്തിലേക്ക് ഇത് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഈസി ടാർഗറ്റ് ആണെങ്കിലും, പക്ഷേ ആ ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് അതത്ര
ഈസി ആയിരിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനുഷ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ സമയം ഇന്ന് 4 മണിക്ക് അമേരിക്കയുടെ ഒരു അറ്റാക്കിന്റെ ശൈലി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാന്റെ എല്ലാ റഡാർ കണ്ണുകളെയും കബളിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ B2 ബോംബർ വിമാനങ്ങൾ അവിടെ ചെന്ന് ഇത്രയും പ്രിസൈസ് ആയിട്ട് ആ ഓപ്പറേഷൻ നടത്തി തിരിച്ചു വരുന്നത്. ഇറാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക 5th ജനറേഷൻ പ്രതിരോധ സംവിധാനങ്ങളെ എല്ലാം തന്നെ കണ്ണു വെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ അവിടെ പോയി ഓപ്പറേഷൻ നടത്തി തിരിച്ചു വരികയാണ്. അപ്പോൾ മനുഷ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഖൊമേനിയെ വധിക്കുക എന്നത് ഒരു ഈസി ടാർഗറ്റ് തന്നെയാണ് ഇസ്രായേലിനും അമേരിക്കയും സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം വരുന്ന പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ വരെ പറഞ്ഞിരിക്കുന്നത് ലോകം ഒരു യുദ്ധസമാനമായ രീതിയിലേക്ക് ഈ അമേരിക്കയുടെ ഈ തീരുമാനത്തിലൂടെ കടക്കുമോ എന്ന ഭയം ഉണ്ട് എന്നാണ്. അപ്പോൾ ലോകത്തെ മൊത്തം തമ്മിലടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ യുദ്ധം വളരാതെ ഇതിനെ തടുക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ടും ഇറാന്റെ പരമാധികാരിക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വധിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായാൽ, ആ രാജ്യം അതിനെതിരെ ശക്തമായി പ്രതികരിക്കും. അപ്പോൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ അത് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ എംബസി നമ്മുടെ ഇറാനിലുള്ളവരോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ ഇസ്രായേലികളോട് മടങ്ങി വരാൻ, അല്ലെങ്കിൽ ഇസ്രായേലിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരോട് തിരികെ വരാൻ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇസ്രായേലിലെ അവസ്ഥയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാൻ മടങ്ങി വരാൻ. ഇന്നലെ നമ്മുടെ ഇന്റർവ്യൂവിൽ നമ്മൾ ഇസ്രായേലി ഒരു വനിതയോട് നമ്മൾ സംസാരിച്ചു. അവിടുത്തെ കാര്യങ്ങളെല്ലാം ശാന്തമാണെന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ചിലപ്പോൾ അവസ്ഥ മാറാം. കാരണം ഇറാൻ ശക്തമായി തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. അവരെ ഏറ്റവും സുരക്ഷിതമായി കണ്ട, അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷ കൊടുത്ത സ്ഥലത്ത് കയറിയിട്ടാണ് അമേരിക്ക അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഇസ്രായേലിന് നേരെ ഇനി വലിയ രീതിയിലുള്ള അറ്റാക്കിന് ഇറാൻ മുതിരും. വലിയ പ്രത്യാഘാതങ്ങൾ ഇതിന് അനുബന്ധമായി ഉണ്ടാകും എന്ന് വേണ്ടേ വിലയിരുത്താൻ? തീർച്ചയായിട്ടും ഇറാൻ എന്തായാലും വെറുതെ ഇരിക്കില്ല എന്ന് മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ 32,000 കിലോമീറ്ററിന് വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യോമ ആക്രമണം മാത്രമാണ് സാധ്യമായ ഒരു കാര്യം. ലക്ഷക്കണക്കിന് മിലിറ്ററി ഉള്ള ഇറാനിലേക്ക് കരമാർഗം ജോർദാനും ഇറാഖും കടന്നു ചെന്ന് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ നിലവിൽ സാധിക്കുകയുമില്ല. ഇസ്രായേലിന് അതിനുള്ളൊരു കപ്പാസിറ്റി, അതായത് ഞാൻ പറഞ്ഞത് ആയുധങ്ങളുണ്ടായിരിക്കും, പക്ഷേ സായുധബലം വളരെ കുറവാണ്. സൈനികരുടെ എണ്ണത്തിൽ കമ്പയർഡ് ടു ഇറാൻ വളരെ കുറവാണ്. അപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. പിന്നെ ആകെ ഉള്ളത് ഒന്ന്, ഇറാനെ വ്യോമ പ്രതിരോധം തകർത്തുകൊണ്ട് ഇറാന് ഇസ്രായേലിനെ തിരിച്ചടിക്കുക. രണ്ടാമത്തെ ഉള്ളത്, ഇനി എങ്ങനെയാണ് US മറുപടി കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, US എയർബേസുകൾ അല്ലെങ്കിൽ US ബഫർ സോണുകൾ പോലെ മിഡിൽ ഈസ്റ്റിലെമ്പാടും US മിലിറ്ററി സ്പേസുകളുണ്ട്. അവയെ അറ്റാക്ക് ചെയ്യുക. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ബഹ്റിനിലേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ. അപ്പം ഇവിടേക്കൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്ക വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അമേരിക്കയ്ക്ക് കയ്യിലുള്ള ആയുധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളല്ല. അപ്പം അത്രയുമുള്ള ആയുധശേഖരമുള്ള 5th ജനറേഷൻ ആയുധശേഖരമുള്ള അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇതുപോലൊരു അറ്റാക്ക്, അത് വളരെ മണിക്കൂറുകൾ കൊണ്ട് ഓപ്പറേഷൻ നടത്തി തിരിച്ചു വന്ന അമേരിക്കൻ സൈന്യത്തിന് ഇറാനെ തിരിച്ചടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കൊക്കെ ആക്രമിക്കും അല്ലെങ്കിൽ അത് അടയ്ക്കുമെന്നൊക്കെ ഇറാൻ പറഞ്ഞാൽ പോലും അവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇറാൻ പ്രതിരോധത്തിലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഒരു റിലീജിയസ് ലീഡർ എന്ന രീതിയിൽ മാത്രം കൊടുക്കുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ട്. പക്ഷേ ആത്യന്തികമായി നോക്കൂ ആഷിക്ക്, വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം താഴെ ഇറങ്ങും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അത് അല്ല, ഇറാൻ ഇങ്ങനെ നിന്നു പോകാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കില്ല. കാരണം ഈ പരമോന്നത നേതാവിൻ്റെ കീഴിലാണ് ഹൂത്തികളെ പോലെ, ഹമാസിനെ പോലുള്ള മിലിഷ്യകൾ പ്രവർത്തിക്കുന്നത്, ഹിസ്ബുള്ള പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നത്. ഇവരിരുന്ന് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് ജൂതന്മാരെ തീർക്കണം, സയനിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ലേബൽ ഒട്ടിച്ച് ജൂതന്മാരെ തീർക്കുക, അമേരിക്കയെ തീർക്കുക എന്നൊരു ലേബലിലാണ് ഇവർ ഈ ആക്രമണങ്ങൾ നടത്തുന്നത്. അപ്പം ഈ ഒരു റെജീം, ഒരു മുസ്ലിം റെജീം ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജൂതന്മാരെ സംബന്ധിച്ചാൽ, ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാകും. ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലോ, നിരന്തരമായി അമേരിക്കയെ കൊന്നുകളയും, ഇസ്രായേലിനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള മറുപടിയാണിതെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിരോധങ്ങളൊക്കെ ഇറാൻ്റെ ഭാഗത്ത്, കാര്യം ഒരു വലിയ രാഷ്ട്രമാണ്, ധാരാളം പണമുണ്ട്, കരിഞ്ചന്തയിൽ വിറ്റ ഓയിലിൻ്റെ പൈസയുമുണ്ട്, നേരിട്ട് വിൽക്കുന്ന ഓയിലിൻ്റെ പൈസയുമുണ്ട്. അണ്ണീവനായിട്ടാണ് പണം ജനങ്ങൾക്കിടയിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഉള്ളത് കൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് യുദ്ധം ചെയ്താൽ ഒന്നും നഷ്ടമില്ല. അവർ ഇതുവരെ യുദ്ധം പരാജയപ്പെട്ട രാഷ്ട്രമൊന്നുമല്ല. അവരെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ ആപ്പിൽ വരെ അവർ നോക്കും. പക്ഷേ
ആത്യന്തികമായ വിജയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്നെയായിരിക്കും. മാത്രമല്ല ഷിയ ഭരണകൂടം ഉടൻ താഴെ ഇറങ്ങുന്ന കാര്യത്തിൽ സംശയം വേണ്ട.